കല്യാണം ആവശ്യമാണ്, അത് ആശ തീർക്കാനുള്ളതല്ല. സ്വന്തം മോളെ കല്യാണം, സ്വന്തം മോന്റെ കല്യാണം ആശ തീർക്കാൻ വേണ്ടി ഒരു ഉറുപ്പിക അധികം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതോ ഒരു ജീവിയുടെ അവകാശം ഹനിക്കുകയും അപഹരിക്കുകയും ചെയ്തവരാണവൻ. അതിന്റെ ദുരന്തം ആ കുടുംബം അനുഭവിച്ചേ തീരൂ. കല്യാണത്തിന് ദീനുൽ ഇസ്ലാം ആവശ്യത്തിന് വേണ്ടി നിശ്ചയിച്ച തോത് എത്രയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹിയെ നാം വാചാരമായി പറയുന്നവരാണ്. സുന്നത്തിനെ നാം അളന്നു മുറിച്ച് ചെയ്യുന്നവരാണ്. അറാഖിന്റെ നീളം എത്ര സെന്റിമീറ്റർ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളവരാണ് നാം. തലീക്കെട്ടിന്റെ നീളം, ബാലിന്റെ നീളം എത്ര സെന്റിമീറ്റർ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളവരാണ് നാം. കമീസിന്റെ നീളം എത്ര സെന്റിമീറ്റർ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളവരാണ് നാം. തുണി നെരിയാണിയുടെയും മുട്ടുംകാലിന്റെയും ഇടയിൽ കൃത്യമായിട്ട് ഏത് പോസ്റ്റ് കുറ്റിക്ക് കണക്കാക്കണം എന്ന് കണക്കാക്കുന്നവരാണ് നാം. ഈ രീതിയിൽ ഹബീബിന്റെ സുന്നത്തിനെ കീറി മുറിച്ചളന്ന് അമലിൽ കൊണ്ടുവരുന്നവര് കല്യാണത്തിന്റെ അടുത്തെത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്തിനെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞ് ഹബീബായ മുത്തിന്റെ സകല നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി കുഴിച്ചു മൂടി ജൂതനസാറായെ തൃപ്തിപ്പെടുത്താൻ ഹബീബിനെ ഒളിപ്പിച്ചിരുത്തി ഇസ്ലാമിലെ പണ്ഡിതന്മാരും പണക്കാരും വിവാഹത്തെ ആശ പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ലോകം അനുഭവിക്കേണ്ടി വന്ന ദുരന്തം ചില്ലറയാണോ? നിസ്കാരക്കുപ്പായത്തിൽ തൂങ്ങിച്ചാവാൻ മുസ്ലിം പെണ്ണിനെ പ്രേരിപ്പിച്ചത്, പള്ളിയുടെ കഴുക്കോറിൽ തൂങ്ങിച്ചാവാൻ പള്ളിയിലെ മുഅദ്ദിനെ പ്രേരിപ്പിച്ചത്, അതേപോലെ തന്നെ കുടുംബസമേതം വിഷം കഴിച്ചു മരിക്കാൻ ആജി കുടുംബത്തെ പ്രേരിപ്പിച്ചത്, മുസ്ലിം ഉമ്മത്ത് ആവശ്യത്തെ ആശയാക്കി മാറ്റിയപ്പോൾ അനധികൃതമായി അവകാശങ്ങളെ സ്വന്തം അപഹരിച്ചെടുത്തതിന്റെ പേരിലല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? 1,24 ലക്ഷം കോടി ഉറുപ്പിക ഒരു ദിവസം, ഒരു വർഷം കല്യാണത്തിന് വേണ്ടി ഇന്ത്യയിൽ ചെലവാക്കപ്പെടുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് കേരളമാണ്. സർവേ. അതേ സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു തആല അനുവദിച്ചു തന്ന കല്യാണം ഏതാണ്? ഭക്ഷണത്തിന്റെ കാര്യം മാത്രം എടുക്കി. നിക്കാഹ് എന്ന ഇബാദത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത് ഒറ്റൊരു ഭക്ഷണം മാത്രമാണ്. റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നത് ഒറ്റൊരു ഭക്ഷണമേ ഉള്ളൂ നിക്കാഹിന്റെ പേരിൽ. ഇത് നമ്മൾ സമൂഹത്തോട് പറയാനേ തയ്യാറില്ല. നമ്മൾ മറ്റുള്ള സുന്നത്തുകൾ, പൈസ ചെലവില്ലാത്ത സുന്നത്ത് കൊട്ടിക്കോഷിച്ച് പറയാൻ നമ്മൾ തയ്യാറാണ്. ഈ സുന്നത്ത് നമ്മൾ പറയാൻ തയ്യാറില്ല. കാരണം നമ്മൾ ആർത്തി തീർക്കാൻ മെനക്കെടുന്നവരാ, ആശ തീർക്കാൻ മെനക്കെടുന്നവരാ, അന്യന്റെ അപഹരിച്ചിട്ട് ആശ തീർക്കുന്നവരാണെന്ന ദീനുൽ ഇസ്ലാം അനുവദിച്ച കല്യാണത്തിന്റെ ഒരു സത്യം മാത്രമേ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി കല്യാണത്തിന്റെ പേരിലുള്ള ചോറ് മുഴുവനും ബിദ്അത്തിന്റെ ചോറാണ്. നമ്മൾ കല്യാണത്തിന്റെ പേര് നമ്മളെ വകയുണ്ടാക്കിയ ചോറാണ്. കല്യാണം നാളെ നടക്കുന്നു, ഇന്ന് രാത്രി കല്യാണ വീട്ടിൽ നിന്ന് ചോറ് തിന്നുന്നു നാം. മൈലാഞ്ചി എന്ന മലബാറുകാര് പേരിട്ടിട്ടുണ്ട് അതിന്. തെക്കൻ കേരളക്കാരും ഒട്ടും ഇക്കാര്യത്തിൽ കുറവല്ല. ഒരു കല്യാണത്തിന്റെ ചെലവ് കല്യാണ രാത്രിയിൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. നാളെ നടക്കുന്ന കല്യാണത്തിന് ഇന്ന് രാത്രി പോയി ചോറ് തിന്നുന്നത് ബിദ്അത്തിന്റെ ചോറാ. കല്യാണത്തിന്റെ പേര് നമ്മൾ ഉണ്ടാക്കിയ ചോറാ. ആ ചോറ് ബിദ്അത്തിന്റെ ചോറാണെന്നുള്ള ആഹത്തിൽ മറുപടി പറയേണ്ടി വരും. ആ ചോറ് എന്തിന്റെ പേരിലാണ് നീ തിന്നത്? നീ ചോദ്യം, നീ എവിടെ പോകോ? ഞാൻ ഇന്ന വീട്ടിലേക്ക് പോകാൻ. എന്താ കാര്യം? അവിടെ നാളെ കല്യാണമാണ്, ഇന്ന് രാത്രി ഭക്ഷണമുണ്ട്. വല്ലാഹി നാളത്തെ കല്യാണത്തിന്റെ പേരിൽ ഇന്നത്തെ ഭക്ഷണം നിനക്ക് ആരനുവദിച്ചു തന്നു? ആ ഭക്ഷണം ആരനുവദിച്ചു തന്നു നിനക്ക്? നിക്കാഹ് ആരനുവദിച്ചു തന്നു? റസൂൽ അനുവദിച്ചു തന്നു. നിക്കാഹിന്റെ പേരിൽ ഭക്ഷണം ആരനുവദിച്ചു തന്നു? നീ ഉണ്ടാക്കിയ ഭക്ഷണം. അപ്പൊ നിക്കാഹ് എന്ന സുന്നത്തായ ഇബാദത്തിന്റെ ഒന്നിച്ച് പല ബിദ്അത്തുകളും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ബിദ്അത്തിൽപ്പെട്ടതാണ് ഈ ചോറ്. വെറുതെ തിന്നാൻ കിട്ടുന്ന കണക്കാക്കിയിട്ട് തിന്നൽ ആരെ സ്വഭാവം അറിയുമോ? 4 കാലും ഒരു വാലുള്ള ഒരു ജീവിയുണ്ട്. അതിന്റെ സ്വഭാവമാണ് വെറുതെ കിട്ടിയത് തിന്നല്. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞതല്ല. എന്ത് കിട്ടിയാലും എനിക്ക് എന്റെ അല്ലാഹ് അനുവദിച്ചതാണോ അല്ലയോ എന്ന് ചിന്തിച്ച് തിന്നൽ മുഅ്മിന്റെ ബാധ്യതയാണ്. ഈ അനുവാദം എന്നത് ഹറാമോ ഹലാലും നോക്കൽ മാത്രമല്ല, ബിദ്അത്തിന്റെ ചോറിനെയും അനുവാദം നോക്കേണ്ടത് ആവശ്യമാണ്. പലിശന്റേതാണോ കട്ടതാണോ നോക്കിയാൽ മാത്രം പോരാ, ഇത് ഈ അനുവദിച്ചു തന്നതും കൂടിയാണോ എന്നും കൂടി നോക്കണം. അതുകൊണ്ട് തന്നെ
ഒരു വീട്ടിലേക്ക് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ക്ഷണം കഴിക്കാൻ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഒരാൾ പറയാൻ, എന്റെ ബാപ്പ മരിച്ച ദിവസമാണ് നാളെ, അതുകൊണ്ട് നാളെ നിങ്ങൾ വീട്ടിലേക്ക് വരണം, അതിന്റെ പേരിൽ ഭക്ഷണമുണ്ട്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഹറാമായ ഭക്ഷണമാണത്. അങ്ങനെ ഒരു ഭക്ഷണം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ബാപ്പ മരിച്ചതിന്റെ പേരിൽ ഭക്ഷണം, അങ്ങനെ ഇസ്ലാമിൽ ഒരു ഭക്ഷണമില്ല. അത് ദീനുൽ ഇസ്ലാമിൽ വേറൊരു ഭക്ഷണമുണ്ട്. എന്താ? അത് ക്ഷണിക്കുന്നത് എങ്ങനെയാ? സഹോദര, നാളെ രാത്രി എന്റെ വീട്ടിൽ നിന്റെ ഭക്ഷണം, അത് ഇന്നിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ സംഗതി വിദഗ്ധമായി മാറും. ഇത്റാമുത്തആം എന്നൊരു വകുപ്പ് ഇസ്ലാമിലുണ്ട്. ചങ്ങാതിമാർക്ക് ഭക്ഷണം കൊടുക്കാന്നൊരു വകുപ്പ്. തീർച്ചയായിട്ടും അത് ഇബാദത്താണ്, അത് അനുവദനീയമാണ്. അത് കല്യാണത്തിന്റെ പേരിലാകുമ്പോൾ ഇത്റാമുത്തആമിന്റെ വകുപ്പ് മാറിയിട്ട് കല്യാണത്തിന്റെ ഭക്ഷണമായി മാറിയത്. നമ്മൾ തിന്നാൻ കിട്ടുന്ന കണക്കാക്കിയിട്ട് വാരി കഴിച്ച് തിന്നലല്ല. എനിക്ക് എന്റെ അള്ളാഹ് അനുവദിച്ച ഭക്ഷണമാണോ ഇത്? നാളെ നടക്കുന്ന കല്യാണത്തിന് ഇന്ന് രാത്രി അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഭക്ഷണം ഇസ്ലാം അനുവദിച്ചിരുന്നിട്ടില്ല. അത് ഭക്ഷണമല്ലേ, അങ്ങനെ പറയാൻ പറ്റൂല മുസ്ലിമീങ്ങൾക്ക്. ഭക്ഷണമല്ലെന്നാണെങ്കിൽ എന്ത് ഭക്ഷണവും കഴിക്കാതെ നിയത്ത് മാറ്റിയാ പോരെ. അമ്പത്തുനിന്ന് കൊണ്ടുവന്ന ചോറും കഴിക്കാം, ചാറത്തുനിന്ന് കൊണ്ടുവന്ന ചോറ് കഴിക്കാം, നിയത്ത് മാറ്റിയാ പോരെ. എനിക്ക് എന്റെ സുഹൃത്ത് കൊണ്ട് തന്ന ഭക്ഷണം ബിസ്മില്ല അനുവദനീയമാകുമോ? ഇപ്പൊ കല്യാണത്തിന്റെ തലേന്ന് രാത്രി കഴിച്ച ഭക്ഷണം വിദേഹത്തിന്റെ ചോറാണ്. വല്ലാഹി ഉലമാക്കളായാലും ഉമറാക്കളായാലും ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, കല്യാണത്തിന്റെ അന്ന്, നിക്കാഹ് നടന്ന അന്ന് ഹാളിൽ വെച്ച് കൊടുക്കുന്ന ചോറ്, ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇസ്ലാമികമാകുക? 3,000-4,000 ആൾക്കാരെ വിളിച്ച് ചോറ് കൊടുക്കുന്നു. എന്തിന്റെ പേരിലാ? കല്യാണത്തിന്റെ പേരിലാണ് ആ ചോറെങ്കിൽ അത് വിദേഹത്തിന്റെ ചോറ. കാരണം കല്യാണത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ചോറ് അസമുകൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു ചോറ് ഇസ്ലാമിക ശരീഅത്തിന് അനുവദിച്ചു തന്നിട്ടില്ല. ദീനുൽ ഇസ്ലാമിൽ അനുവദിച്ചത് ഒറ്റൊരു ചോറ, അത് വലീമത്തിന്റെ ചോറ, വലീമത്തിന്റെ സൽക്കാരമാണ്. കല്യാണത്തിന്റെ പേരിൽ അശമുകൾക്ക് നമുക്ക് അനുവദിച്ചു തന്നത് ഒറ്റൊരു ഭക്ഷണമേ ഉള്ളൂ. ആ ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാണ്. തീർച്ചയായിട്ടും കഴിക്കാം, തീർച്ചയായിട്ടും ആ ഭക്ഷണം കഴിക്കാം. കല്യാണത്തിന് മുമ്പ് എങ്ങനെയാ വലീമയാകുക? നിക്കാഹ് കഴിഞ്ഞു എന്നതുകൊണ്ട് എങ്ങനെയാ വലീമയാകുക? വലീമയാകുന്ന എപ്പോഴാണ്? കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ ചെലവിൽ അവന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന സദ്യക്കാണ് വലീമ എന്ന് പറയുന്നത്. ഇത് പെണ്ണിന്റെ ചെലവിലാണെങ്കിൽ ഒരു മണി എന്നെ തിന്നാൻ പറ്റുകയില്ല. കാരണം പെണ്ണിന്റെ ചെലവിൽ വലീമയില്ല, ആണിന്റെ ചെലവിലാണ് വലീമ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് പെൺകുട്ടികൾക്ക് കല്യാണത്തിന് പൈസ ചെലവില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ വേണ്ടി സംഭാവന വിരിക്കുന്നു, സംഘടന ഉണ്ടാക്കുന്നു, ഒരു പുതിയ ബിസിനസ് ഉണ്ടാക്കിയതിൽ കവിഞ്ഞ് വേറെ ഒന്നും അല്ലാതെ. പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിക ശരീഅത്തിലില്ല. ദരിദ്രന്മാരായ ആൺകുട്ടികളെ സഹായിക്കാൻ ഇസ്ലാമിക സംവിധാനമുണ്ട്. കാരണം ആൺകുട്ടികൾക്ക് 4 തരത്തിലുള്ള ചെലവുണ്ട് കല്യാണത്തിന്റെ പേരിൽ. ഈ ചെലവ് മുന്നിൽ കണ്ടുകൊണ്ട് പെണ്ണിന്റെ വാപ്പായ കല്യാണത്തിന്റെ പേരിൽ അവനെ കൊള്ളയടിച്ച് കിട്ടുന്ന സ്ത്രീധനക്കാശും അതേപോലെ തന്നെ അച്ചാര പൈസ ഉപയോഗിച്ച് അവന്റെ വീട്ടിൽ പന്തലിട്ട് ബിരിയാണിയും വെച്ച് കാത്തിരുന്നപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് തിന്നില്ലേ സഹോദരന്മാരെ? ഉലമാക്കളും തിന്നില്ലേ, ഉമറാക്കളും തിന്നില്ലേ? ഏതോ പെണ്ണിന്റെ തറവാട്ടിലെ പെണ്ണിന്റെ ബാപ്പ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് ആ പെണ്ണിന്റെ സുന്നത്തായ വിവാഹത്തെ ഉപയോഗപ്പെടുത്തി കെട്ടുന്നവൻ കൊള്ളക്കാരനെ പോലെ പൈസ അടിച്ചു വാങ്ങി ആ പൈസക്ക് വെച്ച ബിരിയാണിയാണ് ഇത്. ഇതെനിക്ക് അനുവദനീയമാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ നീ തയ്യാറായോ? 4,000 ആൾക്കാർക്ക് പെണ്ണിന്റെ ബാപ്പ അവന്റെ വിയർപ്പ് ഉപയോഗിച്ച് ചോറുണ്ടാക്കി അത് തികഞ്ഞിട്ടില്ലെങ്കിൽ പെണ്ണിന്റെ ബാപ്പാനെ ക്രൂശിക്കുന്ന മുസൽമാനെ നീ ഏത് സുന്നത്തായത്താക്കാൻ മെനക്കെടുന്നത്? നീ ഏത് സുന്നത്തായത്താക്കാൻ മെനക്കെടുന്നത്? ഇതിലല്ല ഉലമാക്ക സമന്മാരല്ലേ, ഉമറാക്ക സമന്മാരല്ലേ? ഇനി ആണിന്റെ ചെലവിൽ വലീമത്ത് അതിൽ ക്ഷണിക്കേണ്ട രീതിയും കൂടി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ക്ഷണിക്കേണ്ട രീതി, ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? ബിഇസത്തിൽ വലീമ യുദ്ആ ഇലൈഹൽ അഗ്നിയാ വലാ യുദ്ആ ഇലൈഹൽ ഫുഖറാ. നാശം പിടിച്ച വിവാഹ സൽക്കാരം യുദ്ആ ഇലൈഹൽ അഗ്നിയാ, പണക്കാരെ മാത്രം നോക്കി വിളിക്കുകയും വലാ യുദ്ആ ഇലൈഹൽ ഫുഖറാ, പാവപ്പെട്ടവരെ വിളിക്കാതിരിക്കുകയും ചെയ്യുന്ന വിവാഹ സൽക്കാരം നാശം പിടിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിവാഹത്തിന്റെ പേരിൽ ഒരു സൽക്കാരം അശമുകൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ
മനസ്സിലാകുന്നത് എന്താ ഈ സുന്നത്ത് നാം അന്വേഷിക്കാതെ പോയി, എന്താ ഈ സുന്നത്ത് നാം தெரியாതെ പോയി. നാം നമ്മുടെ ആർത്തി തീർക്കാനല്ലേ കല്യാണത്തെ ഉപയോഗിച്ചത്. പണ്ഡിതൻ മകളെ കെട്ടിച്ച് കാശുണ്ടാക്കാൻ മെനക്കെടുന്നു, പണക്കാരൻ മകളെ കെട്ടിച്ച് താശ തീർക്കാൻ മെനക്കെടുന്നു. സമൂഹത്തിലെ അടിത്തട്ടുകാരൻ പണ്ഡിതനെ പോലെയും പണക്കാരനെ പോലെയും ആവാൻ അനധികൃതമായിട്ട് പൈസ ഉണ്ടാക്കാൻ ലോൺ എടുത്തിട്ട് കല്യാണം നടത്തുന്നു. ദുരിതമേ ദുരിതം, ഈ ഉമ്മത്തെ ദുരിതം കല്യാണത്തിന് പേരിൽ മാത്രം. ഒറ്റ ചെറിയ ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് വിജയം നടത്തണം, ചിന്തിക്കണം. കല്യാണത്തിന്റെ പേരിൽ കഴിക്കാൻ അനുവദിയമായ ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. ആ രീതികളിൽ സമൂഹം പരിഷ്കരിപ്പിക്കപ്പെടണം. അറാക്കിന്റെ കൊള്ളിയേക്കാളും തലിക്കെട്ടിന്റെ വാലിനേക്കാളും സൂക്ഷിക്കേണ്ട ഒരു സുന്നത്ത് വിവാഹത്തിന്റെ സുന്നത്താണ്. എന്തുകൊണ്ട്? വിവാഹം ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു ഇബാദത്താണ്. വിവാഹം ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ വിദഗ്ധത്തിൽ കടന്നുകൂടിയാൽ സമൂഹം നരകയാതന അനുഭവിക്കേണ്ടി വരും. ആ ദുരിതമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കേരളത്തിലോ നമ്മളെ പോലത്തെ കുറെ മൊഡേഷന്മാരുണ്ടാക്കി തീർത്ത വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ വ്യവസ്ഥ അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി വേണം അറിയല്ലേ നാം. സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി പെൺകുട്ടിന്റെ കല്യാണത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ദീനുൽ ഇസ്ലാമിൽ വകുപ്പ് ഉണ്ടാക്കിയെടുത്തു. നമ്മള് ഇസ്ലാമിൽ ഇല്ലാത്തൊരു വകുപ്പ് ഉണ്ടാക്കിയെടുത്തു. പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ സഹായിക്കാമെന്ന്. പെൺകുട്ടികളെ കല്യാണക്കാര്യത്തിൽ സഹകരിക്കുന്നവൻ, അതെ, അവനിക്ക് വേണ്ടി ഒരു പുതിയാപ്പിളിനെ കണ്ടെത്തുക, എന്നിട്ട് ആ പുതിയാപ്പിളക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക. പെൺകുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്താൻ ഇസ്ലാമിൽ വകുപ്പില്ല. കാരണം പെൺകുട്ടികൾക്ക് ഇസ്ലാമിൽ വിവാഹത്തിന് ചെലവില്ല. തൊട്ടടുത്തുള്ള അന്തമാൻ ദ്വീപിൽ പോയി നോക്കി, ഇസ്ലാമിക ശരീഅത്തിന്റെ പൂർത്തീകരണം ആവശ്യത്തിന് അന്തമാൻ ദ്വീപിൽ കാണാം. തൊട്ട് നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട അന്തമാൻ ദ്വീപ്. ഇന്നും മലപ്പുറം ജില്ലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് അന്തമാൻ ദ്വീപിൽ ജീവിക്കുന്നുണ്ട്. എന്തെന്നറിയോ? അന്തമാൻ ദ്വീപിൽ സ്ത്രീധനം അച്ചാരം എന്ന് പറഞ്ഞ വകുപ്പേ നിലവിലില്ല. അവിടെ കല്യാണവുമായി പൈസ, സമ്പത്തും കല്യാണം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ പെൺകുട്ടികളുടെ കല്യാണം നടക്കാൻ വേണ്ടി മാത്രം മലപ്പുറം ജില്ലയിൽ നിന്ന് പല കുടുംബവും അന്തമാൻ ദ്വീപിൽ കുടിയേറി പാർത്തിട്ടുണ്ട്. കല്യാണം നടക്കാൻ വേണ്ടി മാത്രം. കാരണം അവിടെ ഈ ദുരാചാരമില്ല, ഈ നാശപിടിച്ച പരിപാടി അവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ മാത്രം നിലവിലുള്ള ഈ നശിച്ച ആചാരത്തിന് ഇസ്ലാമിന്റെ വകുപ്പ് കണ്ടെത്തി നമ്മൾ വകുപ്പുണ്ടാക്കിയില്ലേ. ജമാഅത്ത് കമ്മിറ്റി ലെറ്റർ പേഡിൽ ഒപ്പിട്ട് കൊടുത്തു പ്രസിഡന്റും സെക്രട്ടറിയും. ഇന്നാണ് മകള് 2 പെൺകുട്ടികൾ കല്യാണപ്രായം എത്തി നിൽക്കുകയാണ്, അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രസിഡന്റ് ഒപ്പ്, സെക്രട്ടറി ഒപ്പ്. ഈ കടലാസുമായിട്ട് സകല കുടിയാറ്റിലും കയറി കുത്തുവാളയെടുത്ത് തെണ്ടി കൊണ്ടുവരികയാണ് ബാപ്പ. പലിശക്കാരന്റെ പൈസയും വാങ്ങി, കള്ളച്ചുടക്കാരന്റെ പൈസയും വാങ്ങി, സകല വീടുകളിലും പിടികളിലും കയറി ഇറങ്ങി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ പൈസക്ക് പന്തല കെട്ടി ബിരിയാണി വെച്ചപ്പോൾ അത് തിന്നാനും പോയി പള്ളിയിലെ ഖത്തീബും പ്രസിഡന്റും. പോയില്ലേ? ഉളുപ്പുണ്ടോ ഈ സമുദായത്തിന്? ഉളുപ്പുണ്ടോ? വ്യക്തമായിട്ടറിയാം പള്ളി കമ്മിറ്റി കൊടുത്ത ലെറ്റർ പേഡ് ഉപയോഗിച്ച് തെണ്ടി കൊണ്ടുവന്നിട്ടാണ് ഈ കല്യാണം നടക്കുന്നത് എന്ന്. എന്നിട്ടും അത് പോയിട്ട് ഒരു ലജ്ജയില്ലാതെ തിന്നില്ലേ? തിന്നുന്ന സമയത്ത് ആ ബിരിയാണി വാരി തിന്നുമ്പോൾ ചിന്തിക്കറായിരുന്നില്ലേ? നമ്മൾ എഴുതി കൊടുത്ത ലെറ്റർ പേഡ് ഉപയോഗിച്ച് വീടാന്തരം കയറി ഇറങ്ങി യാചിച്ചു കൊണ്ടുവന്ന പൈസന്റെ ബിരിയാണില്ലേ ഇത് എന്ന് ചിന്തിക്കാമായിരുന്നില്ലേ? മേത്തമാർക്ക്, തലപ്പത്തിരിക്കുന്നവർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? കമ്മിറ്റിക്കാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? പണ്ഡിതന്മാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? ആ ചോറെങ്കിലും ഒഴിവാക്കാൻ എടുക്കണമായിരുന്നില്ലേ? ആ ബിരിയാണിയെങ്കിലും ഒഴിവാക്കാൻ, യാചിച്ചു കൊണ്ടുവന്ന ബിരിയാണി. എന്നോടാണ് അറിയുമോ? ആവശ്യങ്ങളെ ആശകളാക്കി മാറ്റാൻ ഈ ഉമ്മത്ത് മെനക്കെട്ടതിന്റെ ദുര്യോഗം. എന്റെ പൊന്നങ്ങാതിമാരെ, അച്ചാര പൈസ വാങ്ങിയിട്ട് ബിരിയാണി വെക്കുന്നോണ്ട് വീട്ടില് കല്യാണത്തിന് പോയിട്ട് ബിരിയാണി തിന്നുമ്പോൾ ആ ബിരിയാണിക്ക് ആ പെണ്ണിന്റെ ബാപ്പാന്റെ ചോരയുടെ മണം ഉണ്ടാവും. വേറൊരു കാര്യം കൂടി കേൾക്കണം നിങ്ങൾക്ക്. ആ ബിരിയാണി ഒരു പിടി വാരിയിട്ട് ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ ആ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തഗ്രൂപ്പ് മനസ്സിലാവും. മനസ്സിലാവില്ലേ? പെണ്ണിന്റെ ബാപ്പാന്റെ രക്തഗ്രൂപ്പ് മനസ്സിലാവും. ഈ ആളിനെ പറ്റി ബിരിയാണി ടെസ്റ്റ് ചെയ്താൽ ലാബിൽ കൊണ്ടുപോയിട്ട് ആ രീതിയിൽ ആ പെണ്ണിന്റെ ബാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് അച്ചാര പൈസ എന്ന് പറഞ്ഞ് കൊള്ളയടിച്ചു കൊണ്ടുവന്നിട്ട് ബിരിയാണി വെച്ച് ചങ്ങാതിമാരെ തീറ്റിച്ചത്. അത് 4000-5000 ആളെ തീറ്റിച്ചത്. ആ പെണ്ണിന്റെ ബാപ്പ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ്. ആ കാശ് അവന്റെ രക്തമായ അയാളെ വേർപ്പ. ഒരു ഉളുപ്പുമില്ലാണ്ട് ഉമ്മത്ത് ഉപയോഗിക്കുക. ഇനി മഹറിന്റെ കാര്യം, അച്ചാര പൈസ വാങ്ങിയിട്ട് അതിൽ നിന്ന് 2 പവൻ വാങ്ങിയിട്ട് മഹർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ
മഹർ കൊടുക്കാൻ കാശുണ്ടെങ്കിലേ നീ പെണ്ണ് കെട്ടേണ്ടുള്ളൂ, അല്ലെങ്കിൽ നീ നോമ്പ് നോറ്റോളാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ഫഅലൈഹി സൗം ഫഇന്നഹു ലഹു വിജാർ. മഹർ വാങ്ങാൻ കാശില്ലെങ്കിൽ പെണ്ണ് കെട്ടേണ്ടതെന്ന് റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് അച്ചാര പൈസ വാങ്ങിയിട്ട് അതിൽ നിന്ന് മഹർ വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു നിശ്ചിത തുക മഹർ നിശ്ചയിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ ഒരുത്തൻ വിവാഹം കഴിച്ചു, ആ മഹർ കൊടുക്കൂല എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ വ്യഭിചാരിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. അങ്കയത്തുക്ക പറഞ്ഞതുകൊണ്ട് മാത്രം നിക്കാഹാവൂല. ആ ശരീരം അനുവദിക്കപ്പെടണമെങ്കിൽ മഹറും കൂടി കൊടുത്തിരിക്കണം. ഈ മഹർ സ്ത്രീധന പൈസയിൽ നിന്ന്, അച്ചാര പൈസയിൽ നിന്ന് മഹർ. അപ്പണ്ണിന്റെ ഉപ്പാട് പൈസ വാങ്ങുക, എന്നിട്ട് പെണ്ണിന് മഹർ വാങ്ങി കൊടുക്കുക. അപ്പണ്ണിന്റെ ഉപ്പാട് പൈസ വാങ്ങുക, എന്നിട്ട് ആ പെണ്ണ് ഉടുതുണി വാങ്ങി കൊടുക്കുക. നീ എന്താ ആ പുരക്കെ അണ്ണാച്ചിയാ സാധനമായി കൊണ്ട് കൊടുക്കുന്നത്? പെണ്ണിന്റെ വാപ്പാട് പൈസ വാങ്ങിയിട്ട് ആ പെണ്ണിനും പെണ്ണിന്റെ ഉപ്പാക്കനെ തുണി വാങ്ങി കൊണ്ട് കൊടുക്കാൻ നീ അടുത്ത് കൂലി കയറണം. ആരുണ്ടാക്കിയത് സുഹൃത്തുക്കളെ? ആവശ്യങ്ങളെ ആഗ്രഹങ്ങളാക്കി മാറ്റി സമുദായം തിരിച്ചു വരണം. കല്യാണം വെറും ആവശ്യം മാത്രമാകണം. അതെ, അഷ്റഫുൽ ഖൽഖായ മുത്ത് പ്രിയപ്പെട്ട മോള് ഫാത്തിമാനെ കെട്ടിച്ചു കൊടുത്തതുപോലെ നമുക്ക് മാതൃകയാണ്. സകല കാര്യത്തിലും അഷ്റഫുൽ ഖൽഖല്ലേ മാതൃക. പൈസ ചെലവില്ലാത്ത വിഷയത്തിലെല്ലാം മാതൃക. തീവ്രതയില്ല നമുക്ക്. കാശ് കിട്ടുന്ന വിഷയത്തിൽ മാത്രമല്ല അഷ്റഫുൽ ഖൽഖിനെ നാം മാറ്റി നിർത്തിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോക്ക് 15 വയസ്സ് പ്രായം. നൂബത്തിന്റെ 1-ാം കൊല്ലമാണ് അഷ്റഫുൽ ഖൽഖിന് പൊന്നുമോള് ജനിച്ചത്. നൂബത്തിന്റെ 1-ാം കൊല്ലം ഖദീജ ബിവിക്ക് ജനിച്ച പൊന്നുമോള്. 15-ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖും കുടുംബവും മദീനത്താണുള്ളത്. നൂബത്തിന്റെ 15-ാം കൊല്ലം ഹിജ്റയുടെ 2-ാം വർഷം, ബദ്ർ യുദ്ധം നടന്ന കൊല്ലം. ഫാത്തിമക്ക് 15 വയസ്സായി. അടങ്ങി ഒതുങ്ങിയ മോള്. ഹബീബ് ഫാത്തിമാനെ ആരും ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, സ്വർഗത്തിലെ നായികയാക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫാത്തിമാനെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാക്കുവാനിക്കില്ല, ഹദീസ് ക്ലാസ് എടുക്കുന്ന ആളും ആക്കിയില്ല, പ്രസംഗിക്കാൻ നടക്കുന്ന ആളും ആക്കിയില്ല, തഹലീം നടത്താൻ നടക്കുന്ന ആളും ആക്കിയില്ല. അഷ്റഫുൽ ഖൽഖിന്റെ ആഗ്രഹം ഫാത്തിമ പ്രിയപ്പെട്ട ബാപ്പാന്റെ മോളും പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാര്യയും പ്രിയപ്പെട്ട മക്കൾക്ക് ഉമ്മയുമാകാനേ ആശിച്ചിട്ടുള്ളൂ. 23 കൊല്ലം ജീവിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഫാത്തിമ. 23 വർഷം. നുബത്തിന്റെ 1-ാം കൊല്ലം ജനിച്ചു. നുബത്തിന്റെ 23-ാം കൊല്ലം ഹബീബ് വഫാത്തായി. 23 വർഷം ഫാത്തിമ അഷ്റഫുൽ ഖൽഖിനോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഈ 23 കൊല്ലത്തിന്റെ ഇടയിൽ ഫാത്തിമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് വെറും 18 ഹദീസ് മാത്രമാണ്. വെറും 18 ഹദീസ് ഫാത്തിമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമാനെ സമൂഹ മധ്യത്തിൽ ഇസ്ലാമിന്റെ പ്രചരണം നടത്താൻ വേണ്ടി നായികയാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖിയാമത്ത് നാൾ വരെ സമൂഹത്തിലെ സ്ത്രീ ആരായിരിക്കണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമയിലൂടെ. അടങ്ങി ഒതുങ്ങി ജീവിച്ചു ആ മോള് ബാപ്പാന്റെ ഒപ്പം. ബാപ്പാക്ക് അത്രേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മോള് ഫാത്തിമ ദുനിയാവിൽ വലിയ പ്രശസ്തിയും പേരും ഒടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്റെ മോള് വലിയ മുഫസ്സിറും വലിയ മുഹദ്ദിസും ആകണം എന്നുള്ള ആഗ്രഹം അതും ഉണ്ടായിട്ടില്ല. അച്ചടക്കമുള്ളൊരു മോള്, പ്രവാചകന്റെ മോള്. കൂടുതൽ ആരും അറിഞ്ഞില്ല ആ മോളെ, കൂടുതൽ ആരും അറിയിച്ചില്ല ആ മോളെ. ബാപ്പാന്റെ ഒന്ന് ചടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു. ഉമ്മാന്റെ മരണത്തിന് ശേഷം, ഖദീജന്റെ വഫാത്തിന് ശേഷം. കല്യാണം കഴിഞ്ഞപ്പോൾ സ്ഥിതി അത് തന്നെയായിരുന്നു. അലിയുടെ ഭാര്യയായിട്ട് അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു ആ പ്രിയപ്പെട്ട മോള്. ഹസന്റെയും ഹുസന്റെയും ഉമ്മയായിട്ട് ആ ഉപ്പാന്റെ ഒന്നിച്ച് മാത്രം കഴിച്ചുകൂട്ടി. ബാപ്പാനെ കാണാതെ ജീവിച്ചിട്ടില്ല ആ മോള്. ഭർത്താവ് ഉള്ളപ്പോഴും ബാപ്പയിലായിരുന്നു ആശ്രയിത്വം മുഴുവനും. ആ പ്രിയപ്പെട്ട മോളെ മക്കള് വളർന്നത് ഹബീബിന്റെ കയ്യിലാണ്, ഉപ്പന്റെ കയ്യിൽ. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിലാണ് മക്കൾ വളർന്നു വന്നത്. ഫാത്തിമക്ക് നോവുകൾ വല്ലതുണ്ടെങ്കിൽ ആ ബാപ്പനെയായിരുന്നു അറിയിച്ചത്. അഷ്റഫുൽ ഖൽഖിന്റെ സന്തോഷവും ബുദ്ധിമുട്ടും എല്ലാം പങ്കുവെച്ചതും ആ പ്രിയപ്പെട്ട മോളെ മുമ്പിലായിരുന്നു. അതെ, ലോകത്തിന്റെ നായിക. എവിടെ? സ്വർഗത്തിൽ. സയ്യിദത്തു അഹ്ലിൻ നിസാ അഹ്ലിൽ ജന്ന, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ സ്ത്രീകളുടെ നേതാവ് ആ പ്രിയപ്പെട്ട മോള് ഫാത്തിമ. വലിയ ജഗഭവ്യൊന്നും ആയിട്ടില്ല ദുനിയാവിൽ ഫാത്തിമ. അച്ചടക്കത്തിൽ വളർന്നൊരു പൊന്നുമോള്. ആ ഫാത്തിമാന്റെ കല്യാണത്തിന്റെ പ്രായമായി, 15 വയസ്സായി. പലരും കല്യാണം നടത്തി. സഹാബാക്കൾ, പ്രമുഖന്മാരായ പല സഹാബാക്കളും കല്യാണം നടത്തി. ഫാത്തിമാനെ കെട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പല പ്രമുഖന്മാരായ സഹാബാക്കളും.
പല പ്രമുഖന്മാരായ സഹാബാക്കളും ഫാത്തിമാനെ കെട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും റസൂലുള്ളാഹി തങ്ങൾ സമ്മതം കൊടുത്തില്ല. ശരിയാണ്, അഷ്റഫുൽ ഖൽഖ് എന്ന പ്രവാചകൻ മോളെ കെട്ടിക്കുന്നത് ഖിയാമത്ത് നാൾ വരുന്ന മുസ്ലിമീങ്ങൾക്ക് മാതൃകയാവണം. നമുക്ക് വേണ്ടെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാ? ഈ സമുദായം നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം, ഉലമാക്കളടക്കം ഫാത്തിമാരോടാണോ കൂറ്, അതോ ജൂതന്റെയോ നസ്രാനിയുടെ മക്കളോടാണോ കൂറ് എന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. ഉലമാക്കളടക്കം ചോദിക്കണം. ഹബീബായ തങ്ങള് കാശുണ്ടാക്കാൻ നല്ലൊരു ബ്രാൻഡ് നെയിമാണ് ഇപ്പോൾ. നബി തങ്ങൾക്ക് വേണ്ടി പുസ്തകം ഇറക്കാം, അഷ്റഫുൽ ഖൽഖിന്റെ ഫളായിൽ പ്രസംഗിക്കാം, അഷ്റഫുൽ ഖൽഖിന്റെ പേര് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കാം, കാസറ്റുകൾ വിതരണം ചെയ്യാം, പാട്ടുകൾ ഉണ്ടാക്കാം, കഥാപ്രസംഗങ്ങൾ ഉണ്ടാക്കാം. അതെ, പണക്കാർ പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും എല്ലാം കാശുണ്ടാക്കാൻ